യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആദ്യമായിട്ട് എല്ലാ സഭയോടൊപ്പം ഞാൻ സന്തോഷിക്കുന്നു, അനുമോദിക്കുന്നു. ബന്ധപ്പെട്ടവരെല്ലാവരെയും അനുമോദിക്കുന്നു. നമുക്ക് ഒരു കർദിനാളിനെ കൂടി ലഭിച്ചിരിക്കുന്നു. ആ പത്രവാർത്ത വായിച്ചപ്പോൾ അടുത്ത് നിന്നിരുന്ന പലരും പറഞ്ഞു, വളരെ സന്തോഷകരമാണ്, പക്ഷേ സഭ ഇന്ന് ദുഃഖിതരാണല്ലോ അതിനേക്കാൾ. അതിൻ്റെ പശ്ചാത്തലം ഞാൻ വിവരിക്കേണ്ടതില്ല. എങ്കിലും അത് കേട്ടപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തറയിൽ പിതാവിൻ്റേതായ ചില പ്രഖ്യാപനങ്ങളും മീഡിയ കമ്മീഷൻ്റെ ചില പ്രഖ്യാപനങ്ങളും മാധ്യമങ്ങളിൽ കാണുവാനിടയായി. അതിന് ഒരു മറുപടി പറയാൻ എന്നെ പ്രേരിപ്പിച്ചു. കാരണം വളരെ കാലത്തെ അനുഭവ ജ്ഞാനം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ യഥാസമയം പിതാക്കന്മാരെ, സഭയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കണം, അഭിമുഖീകരിക്കണം, പരിഹരിക്കണം എന്ന് എൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എഴുത്തുകൾ വഴിയും സംസാരം വഴിയും നിർദ്ദേശിക്കുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ തറയിൽ പിതാവിന് ഞാൻ പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു, ചരിത്രജ്ഞാനത്തിൻ്റെ കുറച്ച് കുറവുണ്ട്. ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ പിതാവിൻ്റേതായി കണ്ടത് വലിയൊരു തിരുത്തലിന് ഞാൻ എന്നെ പ്രേരിതനാകുന്നു. ആ മാധ്യമങ്ങളിൽ ഞാൻ കണ്ടത് 1600 വർഷം നടന്നത് തുടരാൻ പാടില്ലേ, പറ്റിയില്ലെങ്കിൽ അത് എത്തിങ്കാറായിക്കോട്ടെ, സഭയിൽ ചേർന്നോട്ടെ എന്ന് ഞാൻ മാധ്യമങ്ങൾ വഴിയായിട്ട് അറിഞ്ഞതാണ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. പക്ഷേ ഇത് ചില ചരിത്ര സംഭവങ്ങളെ എൻ്റെ ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. പിതാവ് 1600 വർഷങ്ങൾ അല്ല എന്ന് മനസ്സിലാക്കുക. 2000 വർഷം അൾത്താരാഭിമുഖമായിട്ടാണ് നമ്മളുടെ സഭയിൽ ജൂബിലി സമർപ്പിച്ചിരുന്നത്. 1962-65 വരെ എല്ലാ ദേവാലയങ്ങളിലും അൾത്താരാഭിമുഖമായിട്ടാണ് ജൂബിലി സമർപ്പിച്ചിരുന്നത്, ഞാനും. എന്നാൽ ലോകമെങ്ങും നടക്കുന്ന ജൂബിലിയിൽ, ഈ അൾത്താരാഭിമുഖമായ ആ ജൂബിലിയിൽ എന്തോ പോരായ്മ കണ്ടു എന്നും കാലത്തിനടുത്ത് ഒരു പരിവർത്തനം ആവശ്യമാണെന്നും 2000-3000 പിതാക്കന്മാർ ഒരുമിച്ചിരുന്ന് ചിന്തിച്ച് അൽമായർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന വിശ്വാസികളെ ദൈവജനമെന്ന് ഉയർത്തിയപ്പോൾ ദൈവജനം കൂടി ജൂബിലിയിൽ പങ്കുകാരാണ് എന്നുള്ള ആ ബോധ്യത്തിൻ്റെ ഫലമായി ജൂബിലി സമർപ്പിക്കുന്നത് ജനാഭിമുഖമാകണം എന്ന് ആ സൂനോദോസ് തീരുമാനിക്കുകയുണ്ടായി. അതേ തുടർന്നാണ് ജനാഭിക്കുവാന 1962 മുതൽ കേരളത്തിൽ ജനാഭിമുഖ കുർബാന ആരംഭിച്ചത്. അത് പിതാവ് മനസ്സിലാക്കണം. അതുകൊണ്ട് 1962 വരെ ഈ ലോകം മുഴുവനും നമ്മുടെ ഈ കേരളത്തിൽ അൾത്താരഭിമുഖമായിട്ടാണ് കുർബാനയിൽ ഇരുന്നത്. അതിനുശേഷം അന്നത്തെ ജനത്തിൻ്റെ വലിയ കയ്യടി സ്വീകരിച്ച ജനാഭിമുഖ കുർബാന ഞാനിപ്പോഴും ഓർക്കുകയാണ്. അതിന് വിരുദ്ധമായ ചില നടപടികൾ ഉണ്ടായപ്പോൾ അന്നത്തെ പിതാക്കന്മാർ ശക്തിയായിട്ട് അതിനെ എതിർക്കുകയും ഞങ്ങൾക്കിത് ആവശ്യമില്ല, ഞങ്ങളുടെ പാരമ്പര്യം, ഞങ്ങളുടെ ജനങ്ങളുടെ താല്പര്യം ജനാഭിമുഖ കുർബാനയാണ് എന്ന് അധികാരികളെ അറിയിക്കുകയുണ്ടായി. അതനുസരിച്ചാണ് ഇവിടെ തുറന്നുകൊണ്ട് പോയത്. എന്നാൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങളും സ്വാർത്ഥമായ ലക്ഷ്യങ്ങളുടെയും വെളിച്ചത്തിൽ ആ ജനാഭിമുഖ കുർബാനയ്ക്ക് എതിരായിട്ടുള്ള ചില നീക്കങ്ങൾ ആരംഭിച്ചു. അതാണ് വാസ്തവത്തിൽ. ഇത് പറയുമ്പോൾ തറയിൽ പിതാവ് നിങ്ങൾ ലത്തീൻ സഭയിൽ പൊയ്ക്കോ എന്ന് പറയുന്നത് തറയിൽ പിതാവിൻ്റെ
സഹപ്രവർത്തകര് എറണാകുളം അതിരൂപതയെ ഒരു ലത്തീൻ അതിരൂപത ആഭിമുഖ്യത്തിൽ ചേർത്തുവാൻ ശ്രമിക്കുന്നു എന്നത് ഒരു സത്യമാണ്. തെളിവുണ്ടെങ്കിൽ വേണമെങ്കിൽ തരാം. എല്ലാ വിധത്തിലും എറണാകുളം അതിരൂപത ലത്തീൻ അഭിമുഖമാണ് എന്ന്. അതിനാൽ പാറേക്കാട്ടിലിനെ പോലും ഒരു ലത്തീൻ അനുഭാവിയാണ് എന്ന പേര് കുത്തി റോമിലെ ഓറിയന്റൽ കോൺഗ്രേഷനെ തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ നിരുത്സാഹപ്പെടുത്തുവാൻ അവസാനം അദ്ദേഹം ഒരു മനസ്സുകൊണ്ട് അസന്തുഷ്ടനായി പുറകോട്ട് പോവുകയും ചെയ്തു എന്നറിയാം. അങ്ങനെ ഒരു പക്ഷേ പറഞ്ഞാൽ ചങ്ങനാശ്ശേരി ഭാഗം എറണാകുളത്തെ ഒരു ലത്തീനാഭിമുഖമായിട്ട് കണക്കാക്കി എന്നുള്ളത് ഒരു എറണാകുളം പ്രദേശം ലത്തീൻകാരുടെ ഒരു അധിവാസമുള്ള സ്ഥലമാണെന്നുള്ള സംശയമില്ല. അവരുമായി കൂടിച്ചേർന്ന് പോകുന്നവരുമാണ്. ഓരോ കുടുംബത്തിലും 2, 5, 4, 5 പേര് വീതമെങ്കിലും ആ ലത്തീൻ സഭയിലെ അംഗങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ആഭിമുഖ്യമുണ്ട് എന്ന് വിചാരിച്ച് ഇവിടെ എല്ലാ രൂപതകളിലെയും പോലെ ഇവിടെ ഒരേ ദീപബലിയാണ് സമർപ്പിച്ചിരുന്നത് ജനാഭിമുഖമായിട്ട്. അത് 2000 ശേഷം ഉണ്ടായ ഈ തർക്കമാണ് അത് വിരുദ്ധമായി വന്നത്. അതുകൊണ്ട് തറയിൽ പിതാവ് വിചാരിക്കുന്ന പോലെ 1600 വർഷമല്ല ഇത് ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞ് ശരിയല്ല, ശരിയല്ല. അത് തിരുത്തണം. 1912 വരെ അഭിമുഖം ആൾത്താരഭിമുഖമായിരുന്നു. അതുപോലെ ഇവിടെ ലത്തീൻ ആഭിമുഖ്യമൊന്നുമില്ല. ലത്തീൻകാരുമായി കൂടിക്കലർന്നു പോകുന്നതുകൊണ്ട് അവരുടെ ചില പാരമ്യങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് റോമിലെ പൗരസ്ത്യ സഭയെ എറണാകുളം അതിരൂപതയെ ഒരു ലത്തീൻ അതിരൂപതയുടെ ലത്തീൻകാരുടെ കൂടെയാണ് എന്ന ധാരണ വരുത്തി ഇവിടെ ഓറിയന്റൽ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക താല്പര്യവും ആ അനുഭാവവും പിടിച്ചു വാങ്ങി എല്ലാം ആ അനുഭാവികളുടെ താല്പര്യത്തിന് വിധേയമായതാണ്. ജനാഭിമുഖ കുർബാനയ്ക്ക് വിരുദ്ധമായ ഒരു മെത്രാൻ സംഘവും ഭരണസംഘവും ഒക്കെ ഉണ്ടായത്. ഇപ്പോൾ മൗണ്ട് സെൻറ് തോമസിൽ നിന്ന് വരുന്ന എല്ലാ പത്രക്കുറിപ്പുകളും ഒരു ഏകപക്ഷീയമായിട്ടാണ്. ഇന്നലെ അവിടുത്തെ മാധ്യമ സെക്രട്ടറി അംഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹത്തിന് ഏകപക്ഷീയമായിട്ടുള്ള ഇന്നലത്തെ പത്രത്തിൽ ഞാൻ വായിച്ചതാണ്. ഏകപക്ഷീയമായിട്ടാണ് സഭയിൽ നടക്കുന്നത്. ഇവിടെ ആരും എറണാകുളം രൂപയെ കയ്യേറിയിട്ടില്ല, നീതിവിരുദ്ധമായിട്ടൊന്നും ചെയ്യുന്നില്ല. 8 ചമ്മാശന്മാർ 10-12 വർഷം പഠിച്ച് ഒരുങ്ങി സഭ അംഗീകരിച്ച് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി പട്ടണത്തിനായി ഒരുങ്ങിയിരിക്കുന്ന ആ വിദ്യാർത്ഥികളെ ആ വൈദികപട്ടം കൊടുക്കാതെ തെക്കുവടക്ക് നടത്തുന്നത് ഏത് മര്യാദയാണ്, ഏത് നീതിയാണ് എന്ന് ലോകം ചിന്തിക്കട്ടെ. എത്രമാത്രം അവർ വേദനിക്കുന്നു. വൈദികരായവരല്ലേ മെത്രാന്മാരും എല്ലാവരും. നമ്മളൊക്കെ ആ വൈദികരാകാൻ എത്രമാത്രം കൊതിച്ചിരുന്നവരാണ്. നമ്മുടെ മാതാപിതാക്കന്മാരെ എത്രമാത്രം പരിശ്രമിച്ചു. നമ്മുടെ നാട്ടുകാർ, ബന്ധുക്കൾ, അതുപോലെ ആ 8-9 ചമ്മാശന്മാർ നാട് പോലെ ഓടി നടന്ന് മനുഷ്യരുടെ എല്ലാം അപമാനം സഹിച്ച് നടക്കുന്നത് ഈ സിനഡിലെ പിതാക്കന്മാർക്ക് കാണാൻ കഴിവില്ലേ, ഹൃദയമില്ലേ? സെപ്റ്റംബർ 10-ാം തീയതി ഈ വാക്ക് ചോദിച്ചുകൊണ്ട് പിതാക്കന്മാരെ നിങ്ങളുടെ മനസാക്ഷികൾ മരവിച്ചോ എന്ന് ചോദിച്ച് ഞാൻ അവർക്ക് എഴുതിയിട്ടുണ്ട്, സിനഡിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ. അപ്പോൾ അതിനൊക്കെ വിരുദ്ധമായിട്ട് ഇന്നലെ ഈ പത്രക്കുറിപ്പ് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. പിന്നെ ഒരു സമവായത്തിന് വേണ്ടി പല പരിശ്രമം ശ്രമിച്ചെങ്കിലും അവസാനം വരുമ്പോൾ കാലുമാറുന്ന, എവിടെയൊന്നും പിറയിൽ നിന്നും പിടിച്ചു വലിക്കുന്ന ഒരു വലിയ ശക്തി. ആ ശക്തി ഇതാ ആ
ഓറിയന്റൽ കോൺഗ്രസിൻ്റെ ലത്തീൻ ആഭിമുഖ്യം എന്നുള്ള മുൻവിധിയുടെ അത് പൗരസ്ത്യ സഭയെ പേണിപ്പെടുത്തുന്ന എന്നുള്ള ആ ചങ്ങനാശ്ശേരി കേന്ദ്രീകൃതമായ പിതാക്കന്മാരുടെ ആ നിർബന്ധവും മാത്രമാണ് ഈ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്നത്. അങ്ങനെ ദൈവം മാറി, ഇന്ന് പരിശുദ്ധാത്മാവ് മാറി, ഇന്ന് സാത്താനാണ് സഭയെ ഭരിക്കുന്നതെന്ന് പറയാൻ ഞാൻ പ്രേരിതരാകുകയാണ്. പിതാക്കന്മാർ ഈ ഒരു അല്പമായ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കേണ്ട കാര്യമില്ല. അത് പിശാചിൻ്റെ സ്വാധീനത്തുകൊണ്ടാണ്, ദൈവത്തിൻ്റെ സ്വാധീനമല്ല എന്ന് ഞാൻ 65 കൊല്ലം വൈദികനായി ജീവിച്ചവനാണ്. ഞാൻ സഭയെ സ്നേഹിക്കുന്നു. സഭയുടെ ചരിത്രം മുഴുവനും അറിയാം. ഈ കൗൺസില്, ചർച്ച് കൗൺസിൽ മുഴുവൻ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പിതാക്കന്മാരെ മുഴുവനും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ ഒറ്റ ചിന്തയിലാണ് ഇത് സംസാരിക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്തുവാനല്ല, ആരെയും വിമർശിക്കാനല്ല. എനിക്കുണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എന്നെ ഹൃദയം തുറന്ന് പറയുകയാണ്. തറയിൽ പിതാവ് ഇതുപോലെയുള്ള തെറ്റായ ആ പ്രസ്താവനകൾ ചെയ്യരുത്. അത് ചരിത്രത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ്. സത്യം അറിഞ്ഞ് സമാധാനവും ശാന്തിയും ഉണ്ടാകാൻ പിതാവ് പരിശ്രമിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മീഡിയ കമ്മീഷൻ്റെ അംഗങ്ങളോടും പ്രസിഡന്റിനോടും അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ ഒരു പക്ഷത്തെ സഭയിൽ അസ്വസ്ഥതകളും അശ്രദ്ധാവനവും വളർത്താൻ ഇടയാക്കല്ലേ. സത്യമായിട്ട് കാര്യങ്ങൾ പറയുക. സമവായത്തിൻ്റേതായ ആ തീരുമാനങ്ങൾ എന്തുകൊണ്ട് അവർ ആ തീരുമാനത്തിൽ നിന്നും കാര്യമാറി എന്ന് നിങ്ങളറിയാത്തതാണോ? മനഃപൂർവ്വം ഒരു വിഭാഗത്തെ പ്രാബലിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മീഡിയ കമ്മീഷൻ ഒരു ഭാഗത്തെ താലോലിക്കുന്നവരും മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തുന്നവരുമാകാതെ സഭയിൽ ഐക്യവും സ്നേഹവും നിലനിർത്താൻ ആവശ്യമായ സഹകരണം കൊടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതുകൊണ്ട് പിതാക്കന്മാരെ, ഈ സത്യം ഇന്ന് വേദനിക്കുന്ന 9 ഡീക്കന്മാരുടെ വേദനകൾ നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾക്കും കുടുംബങ്ങളുണ്ട്, മാതാക്കന്മാരുണ്ട്. ഇന്ന് ഒരു കർദിനാളായപ്പോൾ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു, സന്തോഷം. അപ്പോൾ ജനങ്ങൾ പറയുന്നു, എന്ത് സന്തോഷം? ഇതാ ഒരു വിഭാഗം കിടന്ന് കരയുന്നു, വിലപിക്കുന്നു, നെഞ്ചത്തടിക്കുന്നു. എങ്ങനെ സന്തോഷിക്കാം? അവരെ ആശ്വസിപ്പിക്കൂ, എന്നിട്ട് സന്തോഷിക്കൂ. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകൾ കൂടിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. വളരെയധികം അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിച്ച് നമ്മൾ സഭയുടെ അന്തസ്സ് നശിപ്പിക്കരുത്. ഇന്ന് കർദിനാളായപ്പോൾ ലോകം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടാതെ ഇപ്രകാരം തമ്മിൽ തല്ലുന്ന സഭയ്ക്ക് എന്ത് സന്തോഷമാണ് എന്നാണ് ലോകമെങ്ങുമുള്ള ആളുകൾ ചോദിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നിസ്സാരമായ കാര്യത്തിന് വേണ്ടി വഴക്കും ഉണ്ടാക്കാതെ പരസ്പരമുള്ള ധാരണയിലും സമവായത്തിലും പ്രശ്നങ്ങൾ തീർക്കുവാനായിട്ട് ശ്രമിക്കണം. പാവപ്പെട്ട 9 ഡീക്കന്മാർക്ക് ഏറ്റവും വേഗത്തിൽ പട്ടം കൊടുത്ത് വിലപിക്കുന്ന കുടുംബങ്ങളെ രക്ഷിക്കണമെന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും സമാധാനവും.